ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മുന്നൂസ് ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. ഇന്നത്തെ പുതിയ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടോക്കി. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നുപോയത്, കമൻറ്റ് ചെയ്യാനും മറന്നുപോയത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം കൂടി നിങ്ങൾ ഉൾപ്പെടുത്തിക്കുവാണ്ട് കമൻറ്റിൽ. നമുക്ക് മാറ്റം വരുത്തണേ മാറ്റം വരുത്തിയൊക്കെ ചെയ്യാമല്ലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് 75 കഴിക്കാനുള്ള നെയ്ച്ചോറുമാണ്. പിന്നെ കോഴിക്കോടൻ സ്റ്റൈലിൽ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ. ഒട്ടച്ചമ്പ് അടുപ്പത്ത് വെച്ചെടുത്തിക്കുന്നത്. അതിലേക്ക് നമ്മൾ 1 കിലോ അരിക്ക് നമ്മൾ 150 എണ്ണ കേട്ടോ ഉപയോഗിക്കുന്നത്. ഇനി എണ്ണ ആയാലും നെയ്യ് ആയാലും ഡാൽഡ ആയാലും ആർക്കേജ് എന്താണെങ്കിലും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ. 1 കിലോ അരിക്ക് 150 എണ്ണ, ആ കണക്കിനാണ് എണ്ണ ഒഴിക്കുക. പിന്നെ അതിലേക്ക് ഏലക്കായും പട്ടയും പൂവും കറിവേപ്പിലയും വല്യുള്ളിയും ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇട്ട് ഇങ്ങനെ വാട്ടിയെടുക്കുകയാണ്. നെയ്ച്ചോറൊക്കെ വെക്കുന്ന വീഡിയോ എത്രയോ നമ്മളെ ചാനലിൽ ഇട്ടോ. അതിനെക്കൊണ്ട് ഞാൻ വീഡിയോ ഒന്നും വിശദമായിട്ട് എടുത്തിട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു പാത്രം അരിക്കി 2 പാത്രം വെള്ളം എന്നൊക്കെയാണ് പറയൽ. അങ്ങനെയാണെങ്കിൽ 2 പാത്രം തേച്ച് ഞാൻ പാരയില്ല കേട്ടോ. ഒരു 1.25 പാത്രമൊക്കെ വെച്ചാണ് പാരയിൽ. അതിൽ കുറച്ച് ക്യാരറ്റ് ഇട്ടിക്കുന്നത്, ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുക. ചെറുനാരങ്ങ വട്ടത്തിൽ മുറിച്ചിട്ടാൽ മതി കേട്ടോ. അതിനും കുഴപ്പമില്ല, മുറിച്ചിട്ടതാണ്. പിന്നെ ചോറ് ഇതാ പെറുപെറുങ്ങനെ നിൽക്കുന്നുണ്ട് ഒട്ടി പോവാണ്ട്. പിന്നെ നെയ്ച്ചോറിനും ബിരിയാണിക്കൊക്കെ ടേസ്റ്റും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആർക്കേജ് വയ്ക്കില്ല, നമ്മളല്ല പശു നെയ്യ് വെച്ചാലും മതി. അതൊക്കെ പ്രത്യേക ടേസ്റ്റാണ്. നല്ലോണം അരിയിട്ട് തളിച്ചതിന് ശേഷം നമ്മൾ മൂടി വെച്ചിട്ട് പിന്നെ മേത്തണ്ണിയും വറ്റിയിട്ട് മുകളിലൊരു കനവും വെച്ച് ഇങ്ങനെ തീ അങ്ങ് ഓഫാക്കിയാൽ മതി കേട്ടോ. എന്നാൽ പിന്നെ ചൂട് കിടന്ന് അങ്ങ് വെന്തിട്ടുകയും ചെയ്യും. പിന്നെ കുറേ സമയം അങ്ങനെ അടിച്ച് ചിക്കണേ ചോറ് കട്ടായി പോകും. പിന്നെ വേഗം നമ്മൾ ഇളക്കി ഇങ്ങനെ ഉലർത്തിടുകയും വേണം. ഇത് ചിക്കൻ കറിക്കുള്ള തേങ്ങ വറുക്കുകയാണ്. ഉരുളിയൊക്കെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എണ്ണ ഒഴിച്ചതിന് ശേഷം ഏലക്കായ്, പട്ട, പൂവ്, വലിയ ജീരകം, അതുകൊണ്ട് തേങ്ങ, ചെറിയുള്ളി, ഒരു കുടം വെളുത്തുള്ളി, കറിവേപ്പില, നല്ലോണം കുരുമുളക് ഇട്ട് കേട്ടോ. ആവശ്യത്തിനുള്ള കുരുമുളക് ഇതിലിട്ടിട്ട് നല്ല എരിവിനുള്ളത് അതെല്ലാം കൂടി നല്ലോണം മൊരിച്ച് വറുത്തെടുക്കുകയാണ്. ഇനി കറിയൊക്കെയുള്ള ചിക്കൻ കട്ട് ചെയ്യാൻ കേട്ടോ. അത് 8 ചിക്കൻ ഉണ്ട്. 8 ചിക്കന് പീസാക്കി എടുക്കുകയാണ്. ബിരിയാണിക്ക് വെട്ടുമ്പോഴൊന്നുമല്ല കേട്ടോ. അധികം വലുതും അല്ല അധികം ചെറുതും അല്ലാത്ത കോലത്തിനാണ് വെട്ടിയെടുക്കുന്നത്. ഈ കറിയിലേക്ക് നമുക്ക് പച്ചക്കറിയൊക്കെ വേണം കേട്ടോ. തക്കാളി, ഉള്ളിയും ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെ സാധനങ്ങളൊക്കെ വേണം. അങ്ങനെ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ച് കിട്ടും. ഇനി ഒട്ടച്ചമ്പ് അടുപ്പത്ത് വെച്ച് ഇങ്ങനെ ഉള്ളി ഇടുകയാണ്. അതിന് വല്യുള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ച് കിട്ടും. അതൊരു 3 കിലോ വല്യുള്ളി ഉണ്ടാവും. നമ്മൾ വട്ടച്ചമ്പ് അടുപ്പത്ത് വെച്ച് ഇങ്ങനെ എണ്ണ ഒഴിച്ച് ഇങ്ങനെ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില ഇട്ട വീഡിയോ ഒന്നും ഇതിലില്ല കേട്ടോ. അതൊക്കെ മിസ്സായി പോയിക്കുന്നത്. ഞാൻ പറഞ്ഞു തരാനും കുറച്ച് എണ്ണ ഒഴിച്ചിരിക്കുന്നത്. അതിൽ ഒരു 150 ഇഞ്ചി, 150 വെളുത്തുള്ളി, ഒരു പിടി കറിവേപ്പില, പിന്നെ ഒരു 200 പച്ചമുളക്, ഇതെല്ലാം കൂടി എണ്ണയിട്ടെല്ലാം വാട്ടിയെടുക്കുകയാണ് കേട്ടോ. വാട്ടിയെടുത്തതിന് ശേഷമാണ് ഇതിൽ നമ്മൾ വല്യുള്ളി ഇടുന്നത്. വല്യുള്ളി ഇട്ട് ഇങ്ങനെ ഉപ്പിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കുകയാണ്. പിന്നെ അതിലേക്കുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അത് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ അത് തക്കാളി കട്ട് ചെയ്യുകയാണ്. ഉള്ളി നമ്മൾ ഇടുകയും ചെയ്തല്ലോ. വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും അത് ഇട്ട്. ഇനി പോരായൊക്കെ എരിവിന് നമ്മൾ തേങ്ങ 2 കുരുമുളക്. തക്കാളി 2 കിലോ പോലെ എടുത്തിരിക്കുന്നു കേട്ടോ. 2 കിലോ തക്കാളി ഇട്ട് നല്ല പഴുത്ത വലിയ തക്കാളിയേനു. അങ്ങനെ ഉള്ളി വാടിയതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിരിക്കുന്നു. ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വാടിയൊക്കെ ഇട്ടു. അതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തത്. ഇനി അതൊന്ന് വാടി നമ്മൾക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒന്നുകൂടി വാടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഈ ഉരുളക്കിഴങ്ങ് എത്ര ഉണ്ടാവുമെന്ന് ഇപ്പോൾ പറയുകയാണെങ്കിൽ സുമാർ ഒരു 1.5 കിലോനൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് തേങ്ങ വറുത്തിച്ചേക്കാമല്ലോ. ചൂട് കഴിഞ്ഞിട്ട് വേണം തേങ്ങ അരച്ച് വെക്കാൻ. ഈ ഉള്ളി ഒന്ന് വാടി കിട്ടിയിരിക്കുകയാണെങ്കിൽ വേഗം കറിയാകുമല്ലോ അല്ലേ. ഉള്ളി വാടാൻ കുറച്ച് പണി ഉണ്ടാകുക. ഉള്ളി ഒരു 3/4 ഭാഗം വാടിയാലാട്ടോ. തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളിയും പിന്നെ ഉരുളക്കിഴങ്ങ് ഇട്ടത്. ഇനി ഇതിലേക്ക് എടുത്ത് ഒന്നുകൂടി വാടി കിട്ടുമല്ലോ. കൂടിയിട്ട് വാട്ടുമ്പോൾ ഒന്നുകൂടി നല്ലോണം വാടി കിട്ടും. അതിന് നമുക്ക് മസാലപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. കറിയിലേക്കുള്ള 4 ടേബിൾ സ്പൂൺ മുളകും പൊടി ഉണ്ട്, 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കേട്ടോ. ഇത് ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല ആണ് കറിയിൽ ഉപയോഗിക്കുന്നത്. ചിക്കൻ മസാല കവറിൽ കൊണ്ടുവന്ന് വെച്ചാൽ പാടില്ല കേട്ടോ. അളക്കിലേക്ക് മാറ്റിയില്ല. അങ്ങനെ അതൊന്ന് അളക്കിലേക്ക് മാറ്റിയിട്ട് കൊടുത്ത് കറിയൊക്കെ ഉള്ള ചിക്കൻ അതൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടുവച്ച് കിട്ടും. എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കണം, മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. ആദ്യം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. മസാലപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി വാട്ടി വെച്ചതിലേക്ക് മസാലപ്പൊടി ഇട്ട് വെക്കുന്നതിന് തീരെ ഗ്രേവിയില്ല കേട്ടോ. അടി പിടിക്കുമ്പോൾ തോന്നിയിട്ട് ദിവസം വെള്ളം തിളപ്പിച്ചെടുക്കുക കേട്ടോ. വെള്ളം തിളപ്പിച്ച് കുറച്ച് കിലോ ഒഴിച്ച് കൊടുത്തിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിക്കുകയാണെങ്കിൽ ചിക്കനിലെ വെള്ളം ഇറങ്ങി വരാനുണ്ടാകുമല്ലോ. അങ്ങനെ കുറച്ച് സമയം അതിൽ കിടന്ന് വെന്തിട്ട് വേണം നമുക്ക് തേങ്ങ അരച്ച് ഒഴിച്ച് കൊടുക്കാൻ. ഞങ്ങൾ ഈ പൈപ്പിലെ വെള്ളം തന്നെ എടുത്തിട്ടാണ് കേട്ടോ പാചകം ചെയ്യലൊക്കെ. അല്ലാണ്ട് കുപ്പിവെള്ളം വാങ്ങിക്കുകയാണെങ്കിൽ ഒക്കൂലല്ലോ. കുറേ വേണ്ടേ, കുറച്ചൊന്നും പോരല്ലോ. നമ്മൾ കറിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചാട്ടോ. ചൂടാക്കാൻ പതിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുപ്പത്ത് വെച്ച സാധനത്തിൽ നമ്മൾ ചുടുവെള്ളം ഒഴിച്ചെടുത്താലാണ് നല്ലത്. പച്ചവെള്ളം ഒഴിക്കുന്നത് നല്ലതല്ല കേട്ടോ. ഒക്കെ അടുപ്പത്ത് വന്ന് നോക്കുന്നത് നമ്മൾ തിരുമ്പിയൊക്കെ നല്ലോണം ഉണങ്ങി കിട്ടും. വെയിലുണ്ട് അവിടുന്ന് പൊരിയുന്നത് കണ്ടിട്ട് ബേജാറായിട്ട് ഞാൻ വേഗം വന്ന് എടുത്തേക്കുക കേട്ടോ. ഇത് രാത്രി തിരുമ്പിച്ചിരിക്കുന്നതാ കേട്ടോ. പിന്നെ എടുത്തേക്കാൻ വെച്ചൊക്കെയാണെങ്കിൽ രാവിലെ ഉണങ്ങിയില്ല. അതിന് പിന്നെ അച്ഛനും കൈയ്യിട്ട് എന്നിട്ട് എടുക്കാൻ ചോദിച്ചു. പിന്നെ നമ്മൾ തിരക്കില്ലായിപ്പോയി. പിന്നെ വന്ന് നോക്കുന്നവരാണ് നല്ല വെയിലാണ് കേട്ടോ. ഇറങ്ങിപ്പോൾ എന്തോ ഒരു മടി ആയിട്ട് ആ വെയിലാണല്ലോ. അങ്ങനെ എന്തായാലും കേടൊന്നുണ്ടായിച്ച് വേഗം എടുത്ത് ഇങ്ങനെ ആത്ത് കൊണ്ടുവയ്ക്കുകയാണ്. അത് ആത്തുണ്ട് ചിലക്കൊരു സമാധാനം ഉണ്ടാവും.
അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ അത് റെഡി ആയി വന്നൊക്കെ എല്ലാം നല്ല ഗ്രേവി ആക്കിന്നിട്ട് തക്കാളി ഉള്ളിയോ എല്ലാം വെന്തിങ്ങനെ എല്ലാം ഒടിഞ്ഞിക്കുന്നത്. അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല ഇത് 8 കിലോ ചിക്കനാണ് കേട്ടോ. ഇതിലേക്ക് ഒരു 6 തേങ്ങ വറുത്തിക്കുന്നു കേട്ടോ. 6 തേങ്ങ ആണ് വറുത്തത്. ഇവിടെ മക്കൾ നല്ലോണം പൈസ കൊടുത്ത് വാങ്ങണില്ല തേങ്ങ. നമ്മുടെ നാട്ടിലാണെങ്കിൽ പിന്നെ നമുക്ക് തെങ്ങുമ്മലുണ്ടാകും, അല്ലെങ്കിൽ ഇവിടെയുള്ള വിലയൊന്നും നാട്ടിലുണ്ടാകുകയില്ലല്ലോ. തെങ്ങുമ്മലില്ലെങ്കിൽ നമുക്ക് അങ്ങാടിയിൽ പോയാൽ ഇത്ര വില കൊടുത്തൊന്നും വാങ്ങണ്ടല്ലോ, കുറഞ്ഞ പൈസ മതിയാവില്ലേ. അങ്ങനെ 6 തേങ്ങ വറുത്തിക്കുന്നു. ഞാൻ പറഞ്ഞ സാധനമൊക്കെ തേങ്ങയെ കൂട്ടിക്കുന്നു കേട്ടോ. പിന്നെ വെള്ളം കൂട്ടി അരച്ചതും കൊണ്ടാണ് ഈ കളറ് കാണുന്നത് കേട്ടോ. വെള്ളം കൂട്ടാണ്ട് നമ്മൾ അരച്ചിക്കെങ്കിൽ നല്ല കറുത്തുണ്ടെക്കും കറി. ഫസ്റ്റിലത്തെ ട്രിപ്പ് അങ്ങനെയിട്ട് അരച്ച് ഫസ്റ്റിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു തേങ്ങ വറുത്തതിൽ, അത് കൂട്ടി അരച്ചപ്പം വെള്ളം കൂട്ടിയില്ലേനും, നല്ല കറുപ്പുണ്ടായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ അരച്ചപ്പം വെള്ളം കൂട്ടിയാണ് അരച്ചത്. അതിനെക്കൊണ്ടാണ് ഈ കളറ് വന്നത്, നല്ല കറുത്ത കളറിൽ കിട്ടുകയായിരുന്നു. പിന്നെ ചെറിയ ജാറിലൊക്കെ ഇട്ട് ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ പൊടിച്ചെടുത്തിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടും. പക്ഷേ അതിന് സമയമല്ല, വലിയ ജാറിലിട്ട് ഇങ്ങനെ നമ്മൾ വേഗം അരച്ചെടുക്കണമെങ്കിൽ വെള്ളം തന്നെ പാരണമല്ലോ. പിന്നെ ഇതിലൊക്കെ ആവശ്യത്തിനുള്ള ചുടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഗെറ്റിൽ വെള്ളം തിളപ്പിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ മിക്സിയൊക്കെ കഴുകി ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടിയ മല്ലിച്ചപ്പ് കറിവേപ്പില എന്താ വെച്ചാൽ ഇട്ട് കൊടുക്കുക. നല്ല മൊയ്ത്ത കറിയാണ് കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോഴേക്ക് ചൂടണിയുമ്പോഴേക്ക് ഒന്നുകൂടെ മൊയ്ത്ത് വരും. ഇതിനെക്കൊണ്ട് ഇപ്പം തന്നെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. വെള്ളമൊക്കെ പാർന്ന് നേർപ്പിച്ച് ഞാൻ ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കാം കേട്ടോ. നോക്കുന്നേരം ഉപ്പൊക്കെ പാകമാണ്. ഇനി വെള്ളം പാർന്നിട്ടാണെങ്കിൽ ഉപ്പിടേണ്ടിയെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടേസ്റ്റ് നോക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറി കേട്ടോ. എല്ലാവരും ഒന്ന് വെച്ച് നോക്കാണ്ട്. വെക്കാത്തവരൊക്കെ കുറേശ്ശെ സാധനമൊക്കെ ഇട്ടാൽ മതിയില്ല. ഞാൻ അളവൊക്കെ പറഞ്ഞെന്നില്ലേ, അതിലൊക്കെ കുറേശ്ശെ എടുത്താൽ പോരെ. ഒരു കോഴിക്കാണെങ്കിൽ അതിനനുസരിച്ച് സാധനം എടുത്താൽ മതി. അതിനിപ്പോൾ കുറച്ച് 2-3 പീസ് ഇട്ട് വെക്കുകയാണെങ്കിൽ അതിനുള്ള സാധനമൊക്കെ ഇട്ടിച്ചാൽ മതിയല്ലോ. പിന്നെ പെണ്ണുങ്ങൾക്ക് ഒരു കൈയളവ് ഓർമ്മ ഉണ്ട്, ഒക്കെ അതിനനുസരിച്ച് ഇട്ടാൽ ഒക്കെ റെഡിയായി കിട്ടും. പിന്നെ നമ്മളെ വീഡിയോ എത്രയോ കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ ഒമാനിൽ. ഓരൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മളോട് കമൻറ്റിൽ നിങ്ങൾ എവിടെയാണ് ഒമാനിലെന്ന്. ഞങ്ങൾ സോഹാറിൽ മജീസ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ താമസം. അടിപൊളി ചിക്കൻ കറി നെയ്ച്ചോറൊക്കെ ആയപ്പോൾ മക്കളെ സമയമൊന്നും നോക്കിയില്ല. 10-11 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. നല്ല വിശപ്പ്, വേഗം ഫുഡ് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. ഇതിന് കൂട്ടാൻ തൈരൊക്കെ ഉണ്ടാക്കാനുണ്ട്. പിന്നാണെങ്കിൽ പപ്പടം പൊരിക്കാണ്ട്, അതൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അതൊക്കെ ഉണ്ടാക്കാനുള്ള സമയമല്ല, വേഗം തിന്നട്ടെ വിചാരിച്ച്. അതൊന്നും നിർബന്ധമില്ലല്ലോ. നല്ല അച്ചാറുണ്ടായിരുന്നു മാങ്ങൻ്റെ, അതും കൂട്ടിയാണ് ചോറ് തിന്നത്. ഞങ്ങളെല്ലാവരും തന്നെ കഴിക്കുകയാണ് കേട്ടോ. ആരും കാത്തുക്കുന്നില്ല. ചോറായപ്പോൾ എല്ലാവർക്കും വിശന്ന് എല്ലാവരും കഴിച്ചിക്കാകെ മാത്രമേ വൈകൂ. 2:30-3 ആവും. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ മാക്സിൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിനല്ലോ. അത് കണ്ടിട്ട് ഒരാൾ ചോദിച്ചിരുന്നു കേട്ടോ ഈ മാക്സിൻ്റെ ബ്രാൻഡ് ഏതാണ്. ഇതാണ് കേട്ടോ ആ മാക്സിൻ്റെ ബ്രാൻഡ്. പിന്നെ വേറെ ഒരാൾ ചോദിച്ചു കേട്ടോ അത് ഈ മാക്സി തിരുമ്പുമ്പോഴേക്ക് ചുരുങ്ങി പോയില്ല. എനിക്ക് അങ്ങനെ ഒരു അനുഭവം അല്ല കേട്ടോ. ഞാൻ വലിയ മാക്സിയാണ് വാങ്ങുക. എനിക്ക് 56-57 സൈസ് മാക്സി വേണം. അങ്ങനത്തെ മാക്സിയൊക്കെ വാങ്ങിയിട്ട് ഒന്നേ ഞാൻ ഇവിടുന്ന് അടുപ്പിച്ചില്ല കേട്ടോ. ഒറ്റ മാക്സി ഞാൻ ഇവിടുന്ന് അടുപ്പിച്ചുള്ളൂ. അത് തന്നെ കൈയൊക്കെ കുറേ ഇറക്കവും വീതിയും അതുകൊണ്ട് ഉടലിനൊക്കെ വീതിയും നീളമൊക്കെ ഉള്ളതാണ്. അതിനെക്കൊണ്ട് ചുരുങ്ങിയ ഞാൻ അറിഞ്ഞില്ല. ഈ മാക്സിയൊക്കെ എത്ര റേറ്റ് എന്ന് ചോദിച്ചു കേട്ടോ. അതിൻ്റെ റേറ്റാണ് ഇതാ കാണിക്കുന്നത്. 2,400 കേട്ടോ. 2 റിയാൽ 400 പൈസയാണ്. ഞാൻ ഇങ്ങനത്തെ വലിയ സൈസ് മാക്സി നോക്കിയാണ് വാങ്ങൽ. 5XL 4XL അങ്ങനെ നോക്കിയിട്ടൊക്കെ വാങ്ങുക. എനിക്ക് മാക്സിക്ക് ഇറക്കം കിട്ടണമെങ്കിൽ വലിയ സൈസ് നോക്കി വാങ്ങണം. അതുകൊണ്ടാണ് അങ്ങനത്തെ വാങ്ങുന്നത്. അങ്ങനെ നമ്മളെ കെട്ടിയോനും വന്നിങ്ങനെ തെർമോക്കോളും കൊണ്ട് ബേക്കിലേക്ക് പോയി കിട്ടും. നമുക്ക് കൊലയിൽ സാധനമൊക്കെ കൊണ്ട് വെച്ചിരിക്കുന്നത്. നമുക്കൊന്ന് എടുത്താത്തേക്ക് വെക്കട്ടെ വെച്ചിട്ട് നോക്കുകയാണ് ഞാൻ. നമ്മളെ കെട്ടിയന്മാർ പുരയിലേക്ക് വരുമ്പം കവറിൽ എന്തെങ്കിലും സാധനമൊക്കെ തൂക്കി പിടിച്ച് വരികയാണെങ്കിൽ അത് വാങ്ങിയിട്ട് വേഗം എന്താ നോക്കൂലേ. അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് നോക്കിയാട്ടോ ഞാൻ. എൻ്റെ അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഇവിടെ വരുമ്പോഴേ നടക്കും. നാട്ടിൽ പോയിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ വാങ്ങിക്കൊണ്ടുവരികയും വെക്കുകയും വിളമ്പുകയൊക്കെ ചെയ്യണമല്ലോ. സാധനത്തിന് ഞാൻ തന്നെ പോകണം. പിന്നെ ഇവരൊക്കെ നാട്ടിലേക്ക് വിരുന്നേരാതിരി വരുന്നേരേ ആ ദിവസങ്ങൾ 1-2 മാസം ഉണ്ടാവും. അത് ഇതാ വന്ന് ഇതാ പോയി എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് തീർന്നും പോകും. ഇപ്പം കൊണ്ടുപോകാൻ സാധനം കുറച്ച് തേങ്ങ വാങ്ങിക്കുന്നത്, വത്തക്ക ഉണ്ട്, ആപ്പിളുണ്ട്, പിന്നെ അതൊരു പേക്ക് ബിസ്ക്കറ്റ് ഉണ്ട് മക്കൾക്ക്. അങ്ങനെ എല്ലാം കൂടി ആട്ടോ കൊണ്ടുവന്ന്. തേങ്ങക്ക് നല്ല ചിലവാണ്. എന്നെക്കൊണ്ട് ഓഫറുള്ളപ്പം വാങ്ങിക്കൊണ്ടുവന്നേക്കും. ഒട്ടുച്ച വെയിലിനാട്ടോ വത്തക്കയൊക്കെ കൊണ്ട് വന്ന് അന്നാൽ പറ്റിയ കഷ്ണം തിന്നിക്കണമെങ്കിൽ നല്ല രസം ഉണ്ടാവും. നല്ല ചൂടുള്ള സമയം, വെയിലാണ്, ദാഹമാണ്. ഇത് കണ്ടാൽ പിന്നെ നമ്മൾ റിഫുമോനും ജനുവാവക്കും അതിൻ്റെ ആ കഷ്ണം തിന്നേയും വേണം കേട്ടോ. വത്തക്ക ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. മുത്തുവൽക്ക് പീസാക്കി കൊടുക്കുകയൊക്കെ ചെയ്ത് കേട്ടോ. ജനുവാവൻ്റെ ചെറിയ പീസാക്കിക്കുന്നു, റിഫുമോന് വലിയ പീസ് മതി തന്നെ. ജനുവാവൻ്റെ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ മോൻ സമ്മതിച്ചില്ല കേട്ടോ. അമ്മച്ചി വീഡിയോ എടുക്കേണ്ട, അമ്മച്ചിക്ക് എപ്പോഴും ഒരു വീഡിയോ എടുക്കലും, അമ്മച്ചിക്ക് എപ്പോഴും ഒരു യൂട്യൂബ് ഇന്ന വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ ഓടിക്കാൻ. ഞാനെപ്പം വീഡിയോ എടുക്കുമ്പോൾ കണ്ടിക്കണമെന്നവൻ പറയും കേട്ടോ. അമ്മച്ചിൻ്റെ ഒരു വീഡിയോ, അമ്മച്ചിൻ്റെ ഒരു യൂട്യൂബ് എന്നിട്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വെക്കും. റിഫുമോന് വത്തക്കൻ്റെ നീരൊക്കെ നിലത്താന്നേം തിരുമ്പിട്ട മേറ്റൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ എടുത്ത് വിരിച്ച് അതിൽ കയറി ഇരുന്നാൽ തിന്നുന്നത്. അതുപോലൊരു പുതിയ കൂട്ടുകാരി ചോദിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലേടാണ്. നമ്മുടെ നാട്ടിൽ കൊടുവള്ളി നരുക്കിനി എന്നറിയും. പിന്നെ നമ്മുടെ പാത്തുല്ലേ മൂസക്കായിൻ്റെ പാത്തു, MIT മൂസ, ഉള്ള നാട്ടിലാണ് കേട്ടോ. ഞാൻ ഉള്ളൊരു പഞ്ചായത്തിലാണ്. പിന്നെ നമ്മുടെ പഴയ വീഡിയോ കാണാത്ത കൂട്ടുകാരൊക്കെ ആയി കിട്ടുക ചോദിക്കുന്നത്. പഴയ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു വെക്കാണ്ട്. പിന്നെ ഇത് കണ്ടോ നിങ്ങൾ, ജിലേബി കണ്ടോ? ഇറ്റാലി വലിയ ജിലേബി നിങ്ങളാരോ കണ്ടിരിക്കുന്നോ? നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ ജിലേബി അല്ലേ ഉണ്ടാകുക. ഇത് നെക്സ്റ്റ് ഒന്ന് കണ്ടപ്പോൾ വീഡിയോ എടുത്താട്ടോ. അതുപോലെ വേറൊരു കമൻറ്റ് ഉണ്ടായിട്ടോ, ഞാൻ ആരെ കൂടാണ് ഇവിടെ നിൽക്കുന്നത് ഒമാനിലെന്ന്. പക്ഷേ അത് ചോദിക്കാനുള്ള കാരണം ഉണ്ടാവും. ഞാൻ കാക്കൻ അങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ലല്ലോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും കാക്ക ഇവിടെ ഉണ്ടാവില്ല, അതാണ് ഉൾപ്പെടുത്താത്തത്. എൻ്റെ കൂടെ അധികവും മോളും മക്കളും തന്നെ ഉണ്ടാകുക. ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ കെട്ടിയോനുണ്ട്, മോളുണ്ട്, മോളെ കെട്ടിയോനുണ്ട്, മോൾക്ക് 2 മക്കളും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ആട്ടോ ഇവിടെ താമസം. കാക്ക തിരക്കാൻ കൊണ്ടാട്ടോ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താത്തത്.
നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒന്നും കാക്ക കൊയ്വുണ്ടാവില്ല, അഥവാ ഒഴിവ് കിട്ടി വന്നപ്പോൾ വരും. പിന്നെ ആണെങ്കിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് കാക്ക കൊയ്വുണ്ടാവില്ല. രാത്രിയാണെങ്കിൽ 12 മണിക്ക് ശേഷമാണ് കാക്ക വരിക, അന്നപ്പാണ് ഫുഡ് കഴിക്കുക. ഉച്ചക്കാണെങ്കിൽ 2:30 3 മണിയൊക്കെ ആവും കാക്ക വരിക, അന്നപ്പോൾ ഫുഡ് കഴിക്കുക. അപ്പോൾ നമ്മളെ ഫുഡ് കഴിക്കുന്ന സമയമൊക്കെ കഴിഞ്ഞു പോകുമല്ലോ. ഇതൊക്കെ ആയിട്ട് നമ്മൾ ഇന്നലത്തെ വിശേഷങ്ങൾ, ബാക്കി ഇന്നത്തെ വിശേഷങ്ങൾ. രാവിലെ തന്നെയാണെങ്കിൽ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ പോയി. പിന്നെ ദോശ ചൂടാനുണ്ട്, അതിൻ്റെ ഇടയിൽ കട്ടൻ ചായ പാർന്നെങ്ങാനും ബിസ്ക്കറ്റും കട്ടൻ ചായയൊക്കെ കുടിക്കാൻ വിചാരിച്ചാട്ടോ. ഇന്നലെ കൊണ്ടുവന്ന ബിസ്ക്കറ്റ് പൊട്ടിച്ചൊക്കെ നല്ല ഉപ്പുള്ള ബിസ്ക്കറ്റാണ്, വലിയ ടേസ്റ്റ് തോന്നിയില്ല. പിന്നെ അതവിടെ വെച്ച് ഇങ്ങനെ വേറെ മെനിയാന്ന് കൊണ്ടുവന്ന ബിസ്ക്കറ്റ് ഉണ്ടായിട്ടോ, മധുരമുള്ള ചെറിയൊരു മധുരമുള്ള, നല്ല മധുരം വേണമെന്നില്ല. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടി കട്ടൻ ചായയൊക്കെ കുടിക്കുകയാണ്. എന്തെങ്കിലും ഒരു കടിയൊക്കെ ഉണ്ടെങ്കിൽ കട്ടൻ ചായ കുടിക്കാൻ ഒരു ബുദ്ധിയല്ല കേട്ടോ. ചിലപ്പോൾ രാവിലെ ഉണ്ടെങ്കിൽ ചെറിയൊരു പള്ളയേക്കാൾ ചാണ്, അന്നപ്പോൾ ഒരു കട്ടൻ ചായയൊക്കെ പാർന്ന് കുടിക്കും. ഇങ്ങനെ ബാക്കിയുള്ള ബിസ്ക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ അളക്കിലിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് തേങ്ങയും കൂട്ടി ഇങ്ങനെ ബിസ്ക്കറ്റ് കഴിക്കാനൊരു പൂതി കേട്ടോ. തേങ്ങ പൊട്ടിച്ചീനും ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏറ്റവും ഒരു പൂളൊക്കെ പൂണ്ട് ഇങ്ങനെ ബിസ്ക്കറ്റും ചായയും തേങ്ങയും കൂടിയൊക്കെയാണ് കുടിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ബിസ്ക്കറ്റും തേങ്ങയും കൂട്ടി ചായ കുടിക്കാൻ. ഞാൻ പത്തിരിക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ തേങ്ങയും ചെറിയും അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് ഇങ്ങനെ പത്തിരിയും തേങ്ങയും പഞ്ചസാരയും കൂടി തിന്നിട്ടോ. നല്ല ടേസ്റ്റ് അങ്ങനെയൊക്കെ തിന്നാൻ, നമ്മൾ കറിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ദോശകൾ ഇതാ കുറേയൊക്കെ വെന്തിക്കുന്നത്, കുറേയൊക്കെ ചട്ടിയിലുണ്ട്. അങ്ങനെ ദോശ ചുട്ടോണ്ട് നിൽക്കുക കേട്ടോ. നമ്മൾ ലാസ്റ്റ് നല്ലോണം ഞെരിച്ചെടുക്കണം. എനിക്കും മൂന്ന് അങ്ങനത്തെ ദോശ മതി നടക്കുന്നത്. അതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ലാസ്റ്റേ ചായ കുടിക്കും. വിചാരിക്കേണ്ട ഒരു കട്ടൻ ചായ ഇപ്പം കുടിച്ചിട്ടല്ലേ ഉള്ളൂ. കട്ടൻ ചായ കുടിച്ച് നമ്മൾ 5:30 6 മണിയായപ്പാണ് കേട്ടോ. അപ്പോൾ അതാ ദോശയും ചായയും കുടിക്കേണ്ട സമയം 8 9 മണിയാകാണ്. രാവിലെ ചായ ഒന്ന് കുടിച്ചതും കൂടെ ദോശയുടെ പേരും ചായ ഇല്ല കേട്ടോ, ഇനി വെള്ളം കുടിച്ചാൽ മതി. അങ്ങനെ നമ്മൾ തക്കാളി ചട്ടിനി അയക്കുന്നത്, അതുകൊണ്ട് തേങ്ങാ ചട്ടിനി അയക്കുന്നു കേട്ടോ. ഇന്നും നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു കേട്ടോ. നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ ഒറിജിനൽ പേരും ഒന്ന് പറയാണ്ടേ മക്കളെ, അല്ലാണ്ട് നമ്മൾ നിങ്ങളെ മനസ്സിലാവില്ല നിങ്ങൾ ആരാണെന്നുള്ളത്. എല്ലാവരും ഐഡിയും പേരും ഒന്നും ഒറിജിനൽ ആയിക്കൂല, എന്നെ കൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. പേര് നിങ്ങളൊക്കെ ഏത് സ്ഥലത്തുള്ളതൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമുക്കും അത് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകുമല്ലോ. അങ്ങനെ നമ്മൾ ദോശമാവ് ലേശം വെള്ളമൊക്കെ പാർന്ന് നേർപ്പിച്ച് ഇങ്ങനെ ദോശക്കല്ല് പാർന്ന് ഇങ്ങനെ ഇതാ കറുമുറുവെന്നുള്ള ഞെറിഞ്ഞ ദോശ ആക്കി എടുത്തിക്കുന്നു. പിന്നെ ചട്നീൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, എന്നാലും ഉണ്ടായപ്പോൾ ഞാൻ സൈഡിൽ ഒഴിച്ചതേ ഉള്ളൂ. ചട്നിയൊന്നും ഇല്ലാണ്ട് കട്ടൻ ചായയും കൂട്ടി ഞാൻ പിന്നെ കറുമുറുവെന്നിൽ തിന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കട്ടൻ ചായ പാരുന്നില്ലല്ലോ, കട്ടൻ ചായ നേരത്തെ കുടിച്ചതിനെക്കൊണ്ട് എന്നെക്കൊണ്ട് ഇപ്പോൾ തൽക്കാലം ഈ ചട്നിയും കൂട്ടിങ്ങാണ് ദോശ കഴിക്കുകയാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ല കാക്ക തെർമോക്കോളും കൊണ്ടുങ്ങാണ്ട് ബേക്കോട്ട് പോയിക്കുന്നത്. അത് താറാവിന് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കൊണ്ടുപോയതാണ്. ഇങ്ങനെ തെർമോക്കോളിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണെങ്കിൽ താറാവിന് കുളിക്കുകയും ചെയ്യുക, കുടിക്കുകയും ചെയ്യുക. പിന്നെ വേറെ എന്തെങ്കിലും പക്ഷികൾ വന്നെങ്ങാണ് ഓൽക്കും കുടിക്കാമല്ലോ. ഇപ്പോൾ നല്ല ദാഹമുള്ള സമയമല്ല, നല്ല വെയിലും ചൂടുമല്ലേ. ഒരു ബോക്സിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വിരിച്ചിങ്ങനെ അതിൽ വെള്ളം നിറച്ച് കൊടുക്കലായിരുന്നു. അതിന് നീളം കുറവായിരുന്നു. അപ്പോൾ ഇതിന് നീളം കൂടുതലുള്ളതിനെ കൊണ്ട് അങ്ങനെ ആക്കി കൊടുത്തതാണ്. ഇതൊക്കെയാണ് മക്കളെ നമ്മളെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.